ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. എടി ആ ജംഗ്ഷന്റെ അവിടുത്തെ കടയുടെ അവിടെ നീ വെയിറ്റ് ചെയ്. ആ എടി ഞാൻ ഓട്ടോയ്ക്കൊന്നും അല്ല നടന്നാ വന്നെ, അവിടെ ഒന്ന് എത്തട്ടെ. ആ ഒരു മിനിറ്റ്. ആ പറ എന്താ? ആ ആ ആ അയ്യോ പോയാ? കണ്ടുപിടിച്ചല്ലേ? ഇനി ലക്ഷ്മി വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാൻ വിളിക്കാം, ലക്ഷ്മി കണ്ടുപിടിക്കും. എന്തൊക്കെയാ പറയണേ? അല്ല ഇയാളെന്താ ഇവിടെ? എന്നെ മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് ഇയാളെന്താ ഇവിടെയെന്ന്. ഞാൻ ഇവിടം വരെ വന്നപ്പോ തന്നെയും ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് ഓർത്തുപോയി. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. വലിയൊരു സംഭവമല്ലേ അന്ന് നടന്നത്? അത്ര വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല, പക്ഷെ വലിയൊരു മണ്ടത്തരായിരുന്നു അന്ന് നടന്നത്. അല്ല ഇവിടെ എന്താ പരിപാടി? ഒന്നുമില്ല, ഒരു കൗതുകം. മനസ്സ് പറഞ്ഞു ഇവിടം വരെ വരണം, പിന്നെ തന്നെ കാണണമെന്നൊക്കെ. എന്നാലേ ആ മനസ്സിനോട് അങ്ങ് പോവാന്ന് പറഞ്ഞിട്ടേ നേരെ അങ്ങ് പോയാ മതി. എന്തായാലും ഇതുവരെ വന്നില്ലേ, അപ്പൊ ഒന്ന് അപ്പൂപ്പനെ അമ്മയും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതിന് അപ്പൂപ്പനെ ഇവിടെ ഇല്ല, പടവലത്ത് പോയേക്കുവാ. അല്ല പാറക്കുട്ടി ഉണ്ടാവൂലേ? ഇല്ല, അവള് സ്കൂളിൽ പോയി. അമ്മൂമ്മയാ? അമ്മമ്മ അകത്തുണ്ട്. എന്നാ അമ്മൂമ്മ ഒന്ന് കണ്ടിട്ട് പോവായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. കല്യാണം ഒന്നും സെറ്റ് ആയില്ല? ഇതുവരെ ഒന്നും ശരിയായില്ലെന്ന്. പിന്നെ ഇഷ്ടപ്പെട്ടവര് വന്നാൽ നടക്കും. ലച്ചു എങ്ങോട്ടാ? അല്ല ലച്ചു എങ്ങോട്ട് പോവാന്ന്? ആ ഞാൻ ഈ ജംഗ്ഷൻ വരെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. വെരി ഗുഡ്. പേരെന്തായിരുന്നു പറഞ്ഞേ? അയ്യോ എന്റെ പേര് മറന്നാ? അല്ല മറന്നത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ പേരെന്താന്ന്. അന്ന് പറഞ്ഞിരുന്നു, ശ്രാവൺ കുമാർ. ആ ശ്രാവൺ. പിന്നെ അടുപ്പുള്ളവർ എന്നെ മിട്ടൂന്ന് വിളിക്കും, പിന്നെ വളരെ അടുപ്പുള്ളവര് എന്നെ ബബ്ലു എന്ന് വിളിക്കും. എന്തോന്ന്? ബബ്ലു. ലച്ചുവിനെ അങ്ങനെ വിളിച്ചോ? എന്ത് ബബ്ലു? വേണ്ട, ശ്രാവൺ കുമാർ അത് മതി. ലച്ചുവിന്റെ ഇഷ്ടം. എന്നാ ശരി. ലച്ചു വിഷമമില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഭർത്താവ് ഇത് ഗൾഫിൽ നിന്ന് വരും? ഭർത്താവ് വരുമ്പോ വരും. എന്ത് എന്ന് വരും? എന്നാലും അതല്ലേ ഞാൻ പറഞ്ഞ വരുമ്പോ വരൂന്ന്. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അല്ല പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. ശരി എന്നാ. എന്താ കുട്ടി നടന്നു? പിന്നെ ബിഗ് ഷോപ്പറിനകത്ത് കയറി. ഇല്ല കുട്ടി നടന്നു, ഞാനിവിടെ നോളാം. കുട്ടി വിട്ടു. ഇനി എങ്ങാനും എന്റെ പുറകെ വന്ന ഞാൻ കല്ലെടുത്തെറിയും. എന്റെ സ്വഭാവം അറിയാൻ പാടില്ല കേട്ടാ. ഇല്ല എന്താ കാര്യം? പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാൻ എനിക്കിഷ്ടം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.